പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, മാപ്പു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഫെബ്രുവരി മാസം 23 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഒറ്റപ്പെട്ടു പോയ, തള്ളപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഒറ്റപ്പെട്ടു പോയ, തള്ളപ്പെട്ടു പോയ ചിലവർക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ് ഞാൻ നിങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത് കുരുടനായി പിറന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അവനെ യേശു സൗഖ്യമാക്കുകയും അവൻ്റെ ജീവിതത്തിൽ ദൈവം കാഴ്ച കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതാ പരീശന്മാർ, വേദശാസ്ത്രിമാർ അവനെ പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കുന്ന അനുഭവമാണ്. അവൻ്റെ മാതാപിതാക്കൾ വരെയും അവനെ യേശു സൗഖ്യമാക്കിയെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ വലിയ ഭാരത്തിലായി തീരുകയാണ്. എന്നാൽ യേശു കർത്താവ് അവനെ സൗഖ്യമാക്കിയിട്ട് യേശു കർത്താവ് ഇതാ മറ്റു കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ സൗഖ്യത്തെ തുടർന്ന് പരീശന്മാർ പാപികൾക്ക് എങ്ങനെ സൗഖ്യം വരുമെന്നുള്ളതും അനവധി ചോദ്യങ്ങളുമായിട്ട് വന്ന് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന അനുഭവമുണ്ട്. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നാൽ ആ ഒറ്റപ്പെട്ടു പോയ സമയത്ത്, ആ തെള്ളപ്പെട്ടു പോയ സമയത്ത് യേശു കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശു കർത്താവ് അത് അറിഞ്ഞതായി വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ കർത്താവിനെ അറിഞ്ഞിട്ട് നിങ്ങൾ ആ ഭവനത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണോ? ആ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടവരാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്കാക്കപ്പെട്ട അനുഭവത്തിലാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ ഒറ്റപ്പെടലുകളിൽ, നിങ്ങളുടെ തള്ളപ്പെടലുകളിൽ നമ്മുടെ കർത്താവ് ഒരിക്കലും അകലുന്നവനല്ല. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ആ സമയത്ത് മറ്റാരെക്കാളും അടുത്ത് നിങ്ങളുടെയും എൻ്റെ അടുക്കലേക്ക് അടുത്തു വരുന്നവരാണ്. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യത്തിൻ്റെ ആഴത്തിനകത്ത് നിന്ന് പറയാം, ലോകം നിങ്ങളെ കൈവിട്ടാലും, സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിരോധമായാലും, യേശുവിനെ അറിഞ്ഞ, യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം ഇതിൽ തിരിച്ചറിയേണ്ടത് ഒരിക്കലും നിങ്ങളെയും എന്നെയും കൈവിടാത്ത ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ, എല്ലായ്പ്പോഴും കൈവിടാതെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ആ വലിയവനായ ദൈവത്തെയാണ് ഒരമ്മയ്ക്കോ അപ്പനോ ലോകത്തിൽ ഒരു ബന്ധങ്ങൾക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവത്തിനകത്ത്. ഹല്ലേലൂയ. ആശുപത്രി കിടക്കയിൽ, ICUയിൽ, വെന്റിലേറ്ററിലൊന്നും വേറെ ആർക്കും നമ്മുടെ കൂടെ കടന്നു വരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വലിയ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ
നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആർക്കും നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഒറ്റപ്പെടലുകളിൽ, നിങ്ങളുടെ തള്ളപ്പെടലുകളിൽ, നിങ്ങളുടെ വേദനകളിൽ കർത്താവ് കൂടെ വരുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് കാണാം, 38 വർഷമായി കുളക്കടവിൽ ഒറ്റയ്ക്കാക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കാരെല്ലാം മാറി, അവൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം മാറി, ഇന്നവൻ സൗഖ്യം ലഭിക്കുമെന്ന് അറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ ലോകക്കാരെല്ലാം പറയുന്നു ഇവന് മാത്രം സൗഖ്യം ലഭിക്കത്തില്ല എന്ന് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായി ഒറ്റയ്ക്ക് കിടക്കുന്നത് യേശു അറിഞ്ഞു. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, മറ്റാരും നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അവസ്ഥ അറിയുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട കുറിവാക്യം മറക്കരുത്. ആ കുരുടനായ മനുഷ്യൻ യേശു സൗഖ്യമാക്കിയ മൂലം അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ സഭയിൽ നിന്ന്, ആ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ എല്ലായിടങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്നു മനസ്സിലാക്കുമ്പോൾ അതറിഞ്ഞ യേശു കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വന്ന് അവനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് കാണാൻ കഴിയും. ഈ പ്രഭാതത്തിനകത്തും കർത്താവിനെ ആ ഒറ്റപ്പെടലുകൾ, വേദനയിൽ കർത്താവിനോട് അടുത്ത് വരാൻ പറ്റുമെങ്കിൽ 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. കർത്താവിനോട് പറ്റിയിരിക്കുവാനായിട്ട്, ഹല്ലേലൂയ, കർത്താവിനെ തള്ളിക്കളയത്തില്ലെന്ന് ഉറപ്പോടെ വരാമെങ്കിൽ ലോകം കാണാത്ത ഒരു വലിയ അംഗീകാരം, ലോകം കാണാത്ത ഒരു അത്ഭുതം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഓരോരുത്തരും ഈ സമയത്ത് കണ്ണുകൾ നടച്ചാട്ടെ. ഒറ്റപ്പെടലിൽ, വേദനയിൽ, അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത അനുഭവത്തിനകത്ത് കൈവിടാത്ത യേശുവിനെ തിരിച്ചറിഞ്ഞാട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും ആ കണ്ണുനീരെ തുടയ്ക്കുന്നതിനായി, ആ വേദന തുടയ്ക്കുന്നതിനായി, അത്ഭുതത്തെ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ അധികാരം ഇന്ന് ചിലവരെ എഴുന്നേൽപ്പിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇവരുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കണമേ അപ്പ. കർത്താവിന്റെ കരത്തിലോട്ട് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് അത് വിടുതലായി തീർന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുകയും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ചോദിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.